Hello everyone, welcome to our new vlog. നമ്മൾ വീണ്ടും ഒരു ഫുഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീട്ടിൽ വെച്ച് മീൻ ചുടുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഇത് നമ്മൾ വ്ലോഗ് ആക്കാൻ ഉദ്ദേശിച്ചതൊന്നല്ല. അതുകൊണ്ട് കുക്കിംഗ് പാർട്ട് മാത്രമേ ഇതിലുള്ളൂ. ഈ ഫിഷ് നമ്മൾ വാങ്ങിച്ചത് ഖത്തറിൽ കോർണിഷിലെ ഫിഷ് മാർക്കറ്റിൽ നിന്നാണ്. അവിടെ നല്ല നല്ല ഫ്രഷ് മീനുകളും ചെമ്മീൻ ഞണ്ടുകളൊക്കെ ഉണ്ട്. നമ്മളൊരു ശേരി മീനാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു കിലോൻ്റെ അടുപ്പിച്ചുള്ള ഒരു മീനാണിത്. സോ അടുത്ത പ്രാവശ്യം ഫിഷ് വാങ്ങുമ്പോൾ നമ്മൾ ആ വീഡിയോ കവർ ചെയ്യുന്നതാണ്. സോ ഈ മീൻ എങ്ങനെ ചുട്ടതെന്ന് നമുക്ക് കാണാം. ആദ്യം നമ്മൾക്ക് അതിൻ്റെ ചെറുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം അതിൻ്റെ ചൂളി ശരിക്കും ക്ലീൻ ചെയ്യാം. ഏകദേശം ചൂളിയൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ബാക്കിയുണ്ട്, അതും കൂടി കളഞ്ഞിട്ട് കാണും. ഇതിൻ്റെ മീനിൻ്റെ ചൂളിയൊക്കെ നമ്മൾ ശരിക്കും കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ വയറൊന്ന് കീറിയിട്ട് അതിലുള്ള വേസ്റ്റൊക്കെ ഒന്ന് കളയാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വയറ് കീറുന്ന സമയത്ത് കൈ ശരിക്കും ശ്രദ്ധിച്ചിട്ട് വേണം കീറാൻ. നമ്മൾ കയ്യിൽ വെച്ചിട്ടാണ് കീറുന്നത്, അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈയും യൂസ് ചെയ്യാം. അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ആ ഫിഷ് ഒന്ന് നന്നായി കഴുകാം. അതിൻ്റെ ഉൾഭാഗത്തിലൊന്ന് നന്നായി കഴുകാം. നമ്മൾ മീൻ ശരിക്കും കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചെകിള തുറന്നു നോക്കി നമുക്ക് മനസ്സിലാവും ഫ്രഷ് മീനാണുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അത് മസാല വരത്തുന്നതിന് മുമ്പ് നമുക്കൊന്ന് ലൈൻ ഇട്ട് കൊടുക്കാം. അതെങ്ങനെയാണോ നോക്കാം. നമ്മളിവിടെ ക്രോസ് ആയിട്ടാണ് ലൈൻ ഇടുന്നത്. അപ്പോൾ മസാല അതിന് ശരിക്കും ഉള്ളിൽ പിടിക്കും. അതിനു വേണ്ടിയാണ് ഞാൻ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തത്. ഇനി നമ്മൾക്ക് ഇതിനുള്ള മസാല എങ്ങനെ ആക്കുമെന്ന് കാണിച്ചു തരാം. ഇനി ഇതെല്ലാം നമുക്ക് ശരിക്കൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂൺ തൈരും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ മസാല ഈ മീനിലേക്ക് ശരിക്കും തേച്ച് പിടിപ്പിക്കണം. മസാല ശരിക്കും പുരട്ടിയതിന് ശേഷം നമുക്കതൊരു 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. 6 hours later. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ആ ഫിഷ് പുറത്തെടുത്തിട്ട് നമുക്ക് ഗ്രില്ലിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ നമ്മൾ കുറച്ച് ക്യാരറ്റും പൊട്ടാറ്റോയും ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് റൗണ്ടിൽ. അത് നമുക്ക് ഇത് ഗ്രില്ല് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഇവിടെ നമ്മളൊരു ബേക്കിംഗ് ട്രേയിൽ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് അതിൽ കുറച്ച് ഒലിവ് ഓയിൽ പരത്തി പിന്നെ അതിൻ്റെ മേലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉള്ളിയും ഒക്കെ വെച്ചിട്ട് അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഫിഷിനെ വെക്കാം. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കുരുമുളകും ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ശരിക്കും നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ പരത്തിയെല്ലാം സൈഡിലോട്ടാക്കി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും ചെറുനാരങ്ങയും താഴെ വെച്ച് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മീൻ വെക്കുക. എന്നിട്ട് ആ മീനിൻ്റെ വയറ്റിലായിട്ട് നമുക്ക് ചെറുനാരങ്ങയും ഉള്ളിയും വെക്കാം. നമ്മൾ ഉള്ളിയും ചെറുനാരങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ബട്ടർ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ആ ഫിഷ് വെച്ച ട്രേ എടുത്തിട്ട് നമുക്ക് ഓവനിലേക്ക് വെക്കാം. ഒരു 20-25 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടുപ്പിനുള്ളിൽ വെക്കാം. 20 minutes later. നമ്മളെ മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്തിട്ട് കഴിച്ച് നോക്കാം.